കാളികാവ് ഉദരംപോലിൽ 2.5 വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് കോന്തനൊടിക മുഹമ്മദ് ഫായിസിനെ കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാവിലെ പോലീസും നാട്ടുകാരും ചേർന്നാണ് ഫായിസിനെ പിടികൂടിയിരുന്നത്. മർദ്ദനത്തെ തുടർന്ന് പിഞ്ചുകുഞ്ഞ് ഫാത്തിമ നസ്രീന്റെ തലയോട്ടി പൊട്ടുകയും വാരിയലുകൾ നുറുകുകയും ചെയ്തതിനെ തുടർന്നാണ് കുട്ടി മരണപ്പെട്ടത്. പിഞ്ചുകുഞ്ഞ് ഫാത്തിമ നസ്രീനെ പിതാവും മറ്റു കുടുംബാംഗങ്ങളും ക്രൂരമായി മർദ്ദിക്കുന്നത് പതിവാണെന്ന് കുട്ടിയുടെ മാതാവ് ഷഹബാനത്തും മറ്റു കുടുംബാംഗങ്ങളും ആരോപിച്ചിരുന്നു. കുട്ടി കൊല്ലപ്പെട്ട ദിവസവും ക്രൂരമായ മർദ്ദനത്തിനിരയായതായി ഇവർ പറഞ്ഞിരുന്നു. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണ് കുട്ടി മരണപ്പെട്ടതെന്നും ഫായിസും ഫായിസിന്റെ മാതാവും സഹോദരിയും പോലീസിന് മൊഴി കൊടുത്തിരുന്നു. ഇത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന വിവരമാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഫായിസിന്റെ മാതാവ് ഉൾപ്പെടെയുള്ള കൂട്ടുപ്രതികൾക്കെതിരെയും കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഫായിസ് കുറ്റം ചെയ്തതായി ഇനിയും സമ്മതിച്ചിട്ടില്ല. അതേസമയം പിഞ്ചുകുഞ്ഞിനെ ദിവസങ്ങളോളം മർദ്ദിച്ചതായി മാതാവ് പറയുന്നുണ്ട്. കുട്ടിയുടെ ശരീരമാസകലം മർദ്ദനത്തിൽ മുറിവ് പറ്റിയതിന്റെ പാടുകളും ധാരാളമായുണ്ട്. പിഞ്ചുകുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കുറ്റവാളികൾക്കെതിരെ ഉദരംപോയിൽ നാട്ടിൽ ജനരോക്ഷം ഉയർന്നിട്ടുണ്ട്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിനു വേണ്ടി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ന്യൂസ് നൗ, കാളികാവ്. Real fruit power, real juices from Dabur.